ഇപ്പോൾ ചെന്താമരയുടെ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കാ വിയോജിപ്പുള്ളത്? അയാൾ കൊല നടത്തി, വീണ്ടും കൊല നടത്തുന്നു. പോലീസും കസ്റ്റഡിയിലെടുത്ത് പോകുമ്പം തന്നെ ആരെയോ കണ്ടപ്പോൾ നിന്നെ വെറുതെ വിട്ടുപോയിന്നോ, എന്താ നിന്നെ കിട്ടിയില്ലെന്നോ എന്തോ പറയുന്ന ഒരവസ്ഥ സ്വീകരിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? അന്നേരവും ഭീഷണിപ്പെടുത്തില്ലേ? ഈ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം പറയാൻ തയ്യാറാകില്ലേ? അതൊരു പ്രത്യേക മാനസിക പ്രവർത്തനക്കാരനാണെന്ന്, ക്രിമിനലിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണെന്നല്ലേ അതിന് കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അത്തരം കാര്യങ്ങളിൽ ആർക്കും വിയോജിപ്പ് ഇവിടെ ഇല്ലാലോ. എന്താ ഞാൻ ചെന്താമരയെ ന്യായീകരിക്കാൻ നിൽക്കുക? ചെന്താമരയെ ന്യായീകരിക്കാനാണോ സർക്കാർ നിൽക്കുന്നത്? ചെന്താമരയെ ഏതെല്ലാം തരത്തിൽ പെട്ടെന്ന് പിടികൂടാൻ പറ്റുമോ ആ നടപടികളൊക്കെ സ്വീകരിച്ചല്ലോ. പിന്നെ അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത്, ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു. അത് ജാമ്യത്തിലിറങ്ങിയ ഒരാളുടെ കാര്യം മാത്രമായിട്ടല്ല വരുന്നത്. അയാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന പരാതിയാണ് വരുന്നത്. അതിൻ്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വെറുതെയാണോ സസ്പെൻഡ് ചെയ്തത്? എന്താണ് നിങ്ങൾ അത് കാണാത്തത്? ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയല്ലേ. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരുമെന്ന് ഇപ്പം നിങ്ങൾക്ക് അതിനെ അറിയാം. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തണ്ടേ? കുറ്റവാളിയെ സംരക്ഷിക്കുന്ന, കുറ്റവാളി എന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്ന ഒരാളെ, അതാണല്ലോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യം, തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന്. ആ തെറ്റിനെ കുറിച്ച് മൂടി വെക്കാൻ തയ്യാറായോ? സംരക്ഷിക്കാൻ തയ്യാറായോ? നടപടിയെടുക്കാനല്ലേ തയ്യാറായത്? ആ നടപടിയുടെ ഭാഗമായി ഇനി എങ്ങനെയൊക്കെ വരുമെന്നത് അതിൻ്റെ അന്വേഷണത്തിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. ഫലപ്രദമായ അന്വേഷണ സംവിധാനമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെന്താമരയെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരികയാണ്. അതിന് അങ്ങേയറ്റം ശിക്ഷ ഉറപ്പാക്കാവുന്ന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. ഇവിടെ പത്തനംതിട്ടയിലെ പ്രശ്നം അതും സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഒരു സംശയം അതിലില്ല. ഒരു വിവാഹ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് തല്ലുകൊള്ളാനിടയായി. അതിലൊരു യുവതിക്ക് തല്ലുകൊണ്ടു, അവർ പരാതിപ്പെട്ടു. അതിൻ്റെ മേലെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ പോലീസ് SI അടക്കം ആളുകളെ സസ്പെൻഡ് ചെയ്ത നിലയും സ്വീകരിച്ച് മറ്റ് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി തുറന്നു വരികയാണ്. സർ, തെറ്റായൊരു കാര്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ ആ സംഭവിക്കുന്നതിനോട് സ്വീകരിക്കുന്ന സമീപനമെന്ത്? അതല്ലേ പ്രശ്നം. ആ സംഭവത്തെ ന്യായീകരിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ തയ്യാറായോ? ആ സംഭവത്തെ ഗൗരവമായി കണ്ട് അത് തെറ്റാണെന്ന് കണ്ട് ആ തെറ്റിൻ്റെ മേലെ നടപടിയെടുക്കാനല്ലേ തയ്യാറായത്? അതാണ് സർക്കാരിൻ്റെ പ്രത്യേകത. ഒരു തെറ്റിനെയും ന്യായീകരിക്കില്ല, ഒരു തെറ്റിനെയും അംഗീകരിക്കില്ല. ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടിയും ഉണ്ടാകും.